ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മളൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. മൺചട്ടിയിലല്ല ഉണ്ടാക്കണത്. അത് മൺചട്ടിയിൽ ഉണ്ടാക്കിയ ഒരാൾക്ക് ചട്ടി പൊട്ടിത്തെറിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായപ്പോഴാണ് ഈ പാത്രത്തിൽ വെക്കണേ കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വേടിക്കണുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല എല്ലാതും ഇങ്ങനെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുടംപുളിയാണ്. കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് മീൻ വേവണ്ടേ. കുറച്ചേ വെക്കണുള്ളൂ കേട്ടോ നമ്മൾ കറി. ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ മീനുകൾ ഇട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ പേര് അയിലത്തിരുവെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കണം. കണ്ടോ, ഇങ്ങനത്തെ ഒരു നല്ല മാംസമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മീനാണ്. ആദ്യമായിട്ടാണ് പേര് ഇങ്ങനത്തെ കേൾക്കണേ. അപ്പോൾ അത് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ മിളക് ചാറിൽ വെക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ പുന്നൂസിനെ ടേസ്റ്റ് നോക്കാൻ കൊടുത്തപ്പോൾ എരിവ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് നാളികേരം പാൽ അതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു തരി ഒഴിക്കണുള്ളൂ. കറിക്കായിട്ടുണ്ട്. വേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ. ചില സ്ഥലത്തൊക്കെ കടുകും എന്താ പറയുക ഉലുവയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത്. ഇവിടെ അങ്ങനെ ഇടാറില്ല. ഇവിടെ ഉള്ളി കറി വറ്റിച്ച് കഴിഞ്ഞിട്ട് ഉള്ളി മൂപ്പിച്ചിടാൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു കറി വെച്ചതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. മീൻ കാണിച്ചല്ലേ, മീനോട് അല്ലേ അയിലത്തിരുവെന്ന് പറയുന്നത് എന്തും എനിക്കറിയില്ല. പക്ഷെ നല്ല മീനാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് മീൻ വറുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ വെക്കുക കേട്ടോ. ഞാനും ഉണ്ണികളല്ലേ ഉള്ളൂ. അപ്പോൾ കൂടെ ഉണ്ടാവണം എല്ലാവരും കേട്ടോ.